ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ ഫിജിക്കാർട്ടിൽ പ്രൊഡക്റ്റ് ബൈ കൊറിയറായിട്ട് ഓർഡർ ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നമ്മൾ ഫിജിക്കാർട്ടിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ സൈൻ ഇൻ കൊടുക്കുക. ആരുടെ ഐ ഡിയിലാണോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത് അവരുടെ ഐ ഡി നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ലോഗിൻ ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന ആളുടെ ഐ ഡി ഓപ്പൺ ആയിട്ട് ഇത്തരത്തിൽ കാണിക്കും. ഇതിനുശേഷം ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3 വര കാണാം. ആ വരയിൽ ടച്ച് ചെയ്യുക. വരയിൽ ടച്ച് ചെയ്യുമ്പോൾ മൈ ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ഓർഡർ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുക. ഇത്തരത്തിൽ നമുക്ക് ഓപ്പണായി വരുന്ന സമയത്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് വേണ്ട പ്രൊഡക്റ്റാണ് ഇനി സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് സെർച്ച് ബാർ ഉണ്ടാവും. ഈ സെർച്ച് ബാറിൽ ടച്ച് ചെയ്യുമ്പോൾ സെർച്ച് ടൈപ്പ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. സെർച്ച് ടൈപ്പിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് എന്നും പാക്കേജസ് എന്ന് പറഞ്ഞ് കാണിക്കും. പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ പ്രൊഡക്ട്സ് ആണ്. പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂട്ടം പ്രൊഡക്റ്റുകൾ ഒരു പാക്കേജായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ പാക്കേജാണ് കൊടുക്കുന്നത്. ഇതിൽ എനിക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ബെഡ്ഷീറ്റാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ സ്ലീവ് ലൈൻ്റെ വിസ്താരയുടെ അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് കാണിക്കും. ഇവിടെ ഞാൻ സ്ലീവ് ലൈൻ്റെ ട്രയോ ബെഡ്ഷീറ്റ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇത്തരത്തിൽ ട്രയോ ബെഡ്ഷീറ്റ് വരുന്ന സമയത്ത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷന് എത്ര ക്വാണ്ടിറ്റി വേണം ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ഐ എഗ്രി റിട്ടേൺ പോളിസി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ടച്ച് ചെയ്തതിന് ശേഷം ആഡ് ടു കാർട്ട് കൊടുക്കുക. ആഡ് ടു കാർട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ബൈ കൊറിയർ പിക്കപ്പ് സെൻറ്റർ. ഇവിടെ ബൈ കൊറിയർ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ സെലക്ട് വെയർ ഹൗസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു സെലക്ട് വെയർ ഹൗസ് കൊടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട്, മേഘാലയ ആണെങ്കിൽ മേഘാലയ, കോയമ്പത്തൂർ, കർണാടക, അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് തൃശ്ശൂർ വെയർ ഹൗസ് ആണ്. അത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ കൂടി പോപ്പപ്പ് ചെയ്ത് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും എഗ്രി കൊടുക്കുക, ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് കാർട്ടിൽ പ്ലേസ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ ഒരു പ്രൊഡക്റ്റും കൂടി സെലക്ട് ചെയ്യുകയാണ്. അതിന് ഞാൻ പാക്കേജ് സെലക്ട് ചെയ്യുന്നു. സെർച്ച് ബാറിൽ എനിക്ക് വേണ്ട പ്രൊഡക്റ്റ് ഞാനിവിടെ ഇമ്മ്യൂണോ റിച്ച് പാക്കാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇതും നമുക്ക് കുറച്ച് മുന്നേ കാണിച്ച പോലെ തന്നെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തിട്ട് എഗ്രി കൊടുത്തതിന് ശേഷം ആഡ് ടു കാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ആയിട്ട്. ഇനി ഏറ്റവും ടോപ്പിൽ കാർട്ട് ബട്ടൺ ടച്ച് ചെയ്യുക. ആ ടച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ടോട്ടൽ എക്സ്പീരിയൻസ് 50 ആണ്. ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നുണ്ട്. കൊറിയർ ആയതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ വേണ്ടത് ചെക്കൗട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് കൊടുക്കുക. ഇനി നമ്മൾ കൊടുക്കേണ്ട ഷിപ്പിംഗ് അഡ്രസ്സാണ്. ഷിപ്പിംഗ് അഡ്രസ്സ് നമുക്ക് എവിടെയാണോ നമുക്ക് പ്രൊഡക്റ്റ് എത്തേണ്ടത് ആ ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ്സിൽ തന്നെ എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയാൽ മതി എന്നുള്ളതുകൊണ്ട് തന്നെ കോപ്പി ആസ് പ്രൊഫൈൽ അഡ്രസ്സ് ഞാൻ കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കലി ഞാൻ രജിസ്റ്റർ ചെയ്ത അതേ അഡ്രസ്സ് ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നു. ഇതിനുശേഷം തൊട്ട് താഴെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ടാവും. ഈ പേയ്മെൻറ്റ് ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യുക. ഇതിൽ സെലക്ട് മോഡ് ഓഫ് പേയ്മെൻറ്റ് ടച്ച് ചെയ്യുക. ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ആഡ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ മേക്ക് എ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ടച്ച് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അടുത്തൊരു സ്ക്രീനിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഏത് പേയ്മെൻറ്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. കാർഡാണെങ്കിൽ കാർഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാർഡ് നമ്പർ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം അല്ലെങ്കിൽ വേറെ നമുക്ക് ഗൂഗിൾ പേ ആണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.